നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. അത് ഓർക്കുമ്പോ നെഞ്ചിനകത്തൊരു വിഷമം. അമ്മയുടെ നെഞ്ചു നേറിയിരുന്നു. അമ്മയുടെ മക്കൾ അമ്മയെ പറ്റി ചിന്തിക്കുന്ന പോലും കാണില്ല. ഏയ്, ഇന്ദ്രന് അങ്ങനെ എന്നെ മറന്നൊന്നും ജീവിക്കാൻ പറ്റില്ല. അതൊക്കെ അമ്മയുടെ വെറും തോന്നല. അല്ല സോനെ, ഞാൻ പോന്നി പിന്നെ അവൻ സമാധാനായിട്ടൊന്നും ഉറങ്ങിട്ട് പോലും കാണില്ല. അറിവായ നാളു മുതല് എന്നെ പിരിഞ്ഞവൻ നിന്നിട്ട് കൂടിയില്ല. ദിവസത്തിൽ ഒരു നേരമെങ്കിലും എന്നോട് മിണ്ടാതിരിക്കാനും അവന് പറ്റില്ല. ഇതൊക്കെ അമ്മയുടെ തെറ്റിദ്ധാരണകളാ. ഇന്ദ്രേട്ടനിപ്പ വേണ്ടത് ഭാര്യയും കുഞ്ഞും ഭാര്യ വീട്ടുകാരും മാത്രമാ. അവരെക്കുറിച്ച് ഓർത്താ ഏട്ട സന്തോഷിക്കുന്നതും സങ്കടപ്പെടുന്നതും. അത് മനസ്സിലാക്കി ഇനിയെങ്കിലും അമ്മയ്ക്ക് കൊള്ളാം. ഞാനൊന്നും പറയുന്നില്ല. നിന്റെ കാര്യത്തില് ഇപ്പൊ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. നീ ഇനി ഞാൻ പറഞ്ഞോർത്ത് ദേഷ്യപ്പെടണ്ട. ഞാൻ ഓരോന്നോർത്തപ്പോ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പോയൊരു ചായ ഇട്ടോണ്ട് വരാം. നിനക്ക് നല്ല ക്ഷീണമുണ്ട്. ചായ കുടിച്ചിട്ട് നീ ഒന്ന് പോയി കുളിക്കേ. അപ്പൊ ക്ഷീണം മാറും. ശരിയാ, നല്ല തലവേദന. അമ്മ വേഗം ചായ എടുത്തിട്ടോ. ഇന്ദ്രേട്ടാ, സത്യൻ അത്താഴം കഴിക്കുക. ഇന്ദ്രേട്ടനെ കൂടെ വിളിക്കാൻ പറഞ്ഞു. അവൻ പറഞ്ഞിട്ടാണോ ഞാൻ ആഹാരം കഴിക്കാറ്? ഇവിടെ അമ്മ അനിയത്തി വീട് വിട്ട് പോയിട്ട് ഏത് അവസ്ഥയിലാണെന്ന് പോലും അറിയില്ല. അപ്പോഴാ അവളുടെ ഒരു അത്താഴം. നിങ്ങളൊക്കെ മൂക്കുമുട്ടം തിന്ന് എന്നിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ. എന്നെ കൊണ്ട് അതിന് പറ്റില്ല. അവരെ അന്വേഷിച്ചു പോയവന് കുറച്ചു നേരം അവിടെ ഒന്ന് കാത്തു നിന്ന് അവരെ ഒന്ന് നേരി കണ്ടിട്ട് വരാൻ പോലും ടൈം കിട്ടില്ല. എന്നിട്ട് വന്നിരുന്ന് കഴിക്കാത്രേ. ഇന്ദ്രേട്ടാ, സത്യനെ കുറിച്ചിങ്ങനൊന്നും പറയല്ലേ. സോനിക്ക് ജോലി കിട്ടിയെന്ന് അറിഞ്ഞോണ്ടല്ലേ അവൻ തിരിച്ചു വന്നത്. ജോലി? എന്തോന്നു ജോലി? അവളിവിടുന്ന് ജോലി കിട്ടിയിട്ട് പോയതൊന്നും അല്ലല്ലോ. അപ്പൊ അതെന്താ ഏതാന്നൊക്കെ അറിഞ്ഞിട്ട് വരണ്ടേ? അതിനവൻ നാളെ വീണ്ടും പോവല്ലോ ഇന്ദ്രേട്ടാ. നാളെ ആര് പോണെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നീ മനുഷ്യനെ ശല്യപ്പെടുത്താതൊന്ന് പോയേ. ഇന്ദ്രേട്ടന് കഴിക്കാനൊന്നും വേണ്ടേ? നിന്നോട് പോരാ പറഞ്ഞ. ഇതെന്താ നീ ഇത്ര പെട്ടെന്ന് എഴുന്നേറ്റ്? അയ്യോ, നീ ഒന്നും കഴിച്ചില്ലല്ലോ സത്യ. മതി എടുത്തി, വിശപ്പ് മാറി. എടുത്തി കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. ഇറങ്ങ്, സൂക്ഷിച്ച്. അനു, അനു, ആരോ ഡോറിൽ തട്ടി. നോക്കിട്ട് വരാം.
സത്യ അമ്മ അതെന്താ ഞാൻ ചത്തുപോയി ഇനി വരില്ല എന്ന് വിചാരിച്ചോ? ഇതെന്തൊക്കെയാ അമ്മ ഈ പറയുന്നത്? അതെ, വന്ന വഴി അമ്മ വഴക്കിടാൻ നിൽക്കാതെ. അതേടാ, നിനക്കൊക്കെ ഞാനും എന്റെ മോളും വഴക്കാളികളാണല്ലേ? അയ്യോ അമ്മേ, അങ്ങനെയൊന്നും അല്ല സത്യം പറഞ്ഞത്. ഓ, സത്യേട്ടൻ പറയുന്നതിന്റെ അർത്ഥം അമ്മയേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കാണോ അറിയുന്നത്? അയ്യോ, നീ മഹാറാണിയൊന്നും പറയല്ലേ, എന്റെ ആൺമക്കൾക്കത് സഹിക്കില്ല. അമ്മ എന്താ ഇങ്ങോട്ട് വരാതിരുന്നത്? മതി ഇന്ദ്ര നിന്റെ അഭിനയം. ഈ വീട്ടിൽ നിന്ന് രണ്ടുപേര് ഇറങ്ങിപ്പോയിട്ട് യാതൊരു കൂസലുമില്ലാതെയല്ലേ നീയൊക്കെ കിടന്നുറങ്ങിയത്. ആദ്യം തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നിന്നെയൊക്കെ. അമ്മ തെറ്റിദ്ധരിച്ചിരിക്കുക. ഓ, ഒരു തെറ്റിദ്ധാരണയും ഇല്ല. നിനക്കൊക്കെ സ്വന്തം കൂടപ്പുറപ്പിനേക്കാൾ വലുത് ഇവളുടെ അനുജത്തിയാ. ഓഹോ, അവന് ഇവളുടെ അനുജത്തി മാത്രമല്ലല്ലോ, കാമുകിയും കൂടിയല്ലേ. ഒന്ന് നിർത്തമ്മേ. എന്റെ മോൻ അമ്മയെ പറഞ്ഞു നിർത്താൻ നോക്കണ്ട. എടാ, എന്ത് കൈവശം തന്നിട്ട് ആ മൂദേവി നിന്നെ മയക്കി വെച്ചിരിക്കുന്നെന്നറിയില്ല. എന്തിനാ അമ്മേ ആവശ്യമില്ലാത്തൊക്കെ പറയുന്നത്? ഓ, ഇന്ദ്രേട്ടൻ ഇപ്പോഴും അവളെ പറഞ്ഞതിനാണ് വിഷമം. ഞങ്ങൾ ഈ പാതിരാത്രിയിൽ അലഞ്ഞു നടന്നതിൽ ഒരു സങ്കടവും ഇല്ല അല്ലേ? അതൊന്നും ഉണ്ടാവില്ല സോനെ. ഇവനിപ്പോ എന്റെ പഴയ ഇന്ദ്രനൊന്നും അല്ല. അമ്മയെ ജീവനതുല്യ സ്നേഹിച്ച ആ പഴയ ഇന്ദ്രൻ മരിച്ചു. ഇത് വേറെ ആരോ. ഇവരോട് വെറുതെ വായിട്ടടിക്കാൻ നിൽക്കാതെ അമ്മ വരാൻ നോക്ക്. സോന, അമ്മേ, എടാ, ഛെ, അമ്മേ, അമ്മേ, അമ്മേ. അമ്മേ, അമ്മേ, അത് തുറക്കമ്മേ. സോനെ. അമ്മേ, അമ്മേ. സത്യ, ഒന്ന് പറയടാ. അമ്മേ, 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 കഥ തുറക്ക്. അമ്മേ, 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 ഞാൻ പറയുന്നത് കേക്കമ്മേ. തുറക്കമ്മേ. ഇന്ദ്രേട്ടാ, ഇന്ദ്രേട്ടാ എവിടെ പോവാ? നിക്ക് ഇന്ദ്രേട്ടാ. അനു വിട്. അമ്മ മുറി കയറി വാലടച്ച് കണ്ടില്ല നീ? ഇല്ല ഇന്ദ്രേട്ടാ, വിട്. ഇന്ദ്രേട്ട സ്വപ്നം കണ്ടതാ. എന്നെ വിടാനാ പറഞ്ഞ. ഇന്ദ്രേട്ടാ. എനിക്ക് അമ്മയെ സമാധാനിപ്പിക്കണം. വിട്. ഇന്ദ്രേട്ടാ പറയ. അനു വിടാൻ. ഇന്ദ്രേട്ടാ. അമ്മേ. ഇന്ദ്രേട്ടാ. അമ്മ. എന്താ ഇന്ദ്രേട്ടാ, ഇതെന്തു പറ്റി? എടാ, അമ്മ വന്നു, നീ വാ. നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് അമ്മയെ സോനെ സമാധാനിപ്പിക്കാം. ഇത് എന്തൊക്കെയാ അടുത്ത് ഏട്ടൻ പറയുന്നേ? അമ്മേ സോനെ എപ്പോ വന്നു? പോടാ. അമ്മേ, അമ്മേ, വാലുറക്കമ്മേ. ഇന്ദ്രേട്ട അമ്മേ. സ്വപ്നം കണ്ടതാ സത്യം. അമ്മേ. ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. ഏട്ടാ, ഏട്ടൻ എന്താ ഈ കാണിക്കുന്നേ? എടാ, അമ്മയും സോനെ നമ്മളോട് പ്രതിഷേധിച്ച് മുറി കയറിയിരിക്കുക. മുറിയിലൊന്നും ആരുമില്ല ഇന്ദ്രേട്ടാ. അമ്മേ, അമ്മേ, അപ്പോ ഞാൻ കണ്ടത് സ്വപ്നം കണ്ടതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇന്ദ്രേട്ടാ? ഇന്ദ്രേട്ട നല്ല ഉറക്കമായിരുന്നില്ലേ? എന്താ ഇന്ദ്രേട്ടാ ഇതൊക്കെ? ഒരു സ്വപ്നം കണ്ടതിനാണോ ഈ ബഹളമൊക്കെ ഉണ്ടാക്കിയത്? എടാ, അമ്മയും സോനയും വരുന്നതായിട്ട് തന്നെ എനിക്ക് തോന്നിയത്. അമ്മ വലിയ ദേഷ്യത്തിലായിരുന്നു. എന്നാലും അമ്മയും സോനയും പറഞ്ഞ് സമാധാനിപ്പിക്കാന്ന് കരുതിയാ ഞാൻ. അവരെ നമുക്ക് നാളെ പോയിട്ട് സമാധാനിപ്പിക്കാം. അല്ലാതെ അവരിങ്ങോട്ടൊന്നും വരാൻ പോകുന്നില്ല. ഏട്ടൻ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. നിനക്കൊക്കെ അങ്ങനെ പറയാവടാ. അമ്മയും സോനയും ഈ വീട്ടിൽ നിന്ന് പോയതിൽ ഞാൻ അനുഭവിക്കുന്ന വേദന എനിക്കേ അറിയാവൂ. എന്നോടുള്ളതിനേക്കാൾ ദേഷ്യം അമ്മയ്ക്ക് നിങ്ങൾ രണ്ടുപേരോടുവാ. നിങ്ങൾ കാരണമാ അമ്മയും സോനയും ഇവിടുന്ന് പോയത്. ഇത് ഇന്ദ്രേട്ടന് സ്വപ്നത്തിൽ കിട്ടിയ അറിവായിരിക്കും അല്ലേ? നമുക്കേ നാളെ അമ്മയോട് നേരിട്ട് ചോദിക്കാം. വിധിയെഴുത്തൊക്കെ അതിന് ശേഷം മതി. ഞാൻ പോയി കിടക്കോ. വാ ഇന്ദ്രേട്ടാ, ഒന്ന് പ്രാർത്ഥിച്ചു കിടക്ക്. അപ്പൊ വേണ്ടാത്ത സ്വപ്നമൊന്നും കാണില്ല. നീ പോയി സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ. ഞാൻ അങ്ങോട്ടില്ല. ഞാനിന്ന് അമ്മയുടെ മുറി കിടന്നോളാം. ചെല്ല്. നീ ഇന്ദ്രേട്ടാ. പോവാൻ. ഇന്ദ്രേട്ട കഥ കിടക്കല്ലേ? ഇന്ദ്രേട്ടാ, ഇന്ദ്രേട്ടാ, ഇന്ദ്രേട്ട കഥ തുറക്ക്. ഇന്ദ്രേട്ട പറയുന്ന കേക്ക്. കഥ തുറക്ക് ഇന്ദ്രേട്ടാ. ഇന്ദ്രേട്ടാ.